പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യം. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയ മക്കളെ, ഏതു ദാഹവും തീർക്കുവാൻ ശക്തനായ കർത്താവപ്പച്ചന്റെ കരത്തിലാണ് നാം ആയിരിക്കുന്നത്. അതായത് ഏതു വിഷയത്തിനും മറുപടി തരുന്ന നല്ല ഒരു അപ്പൻ. ഹല്ലേലൂയ. ഈ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം നാം നോക്കുമ്പോൾ നട്ടുച്ചയ്ക്ക് കുടവുമായി വെള്ളത്തിന് വന്ന ശമര്യാ സ്ത്രീയുടെ മുമ്പിൽ യേശു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിൽ ആദ്യ ഭാഗങ്ങളിൽ കാണുന്നുണ്ട്, യേശു അപ്പൻ ശമര്യയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമര്യ പട്ടണത്തിന് യാക്കോബ് തൻ്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണി നേരമായിരുന്നു. ഒരു ശമര്യ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. ശമര്യ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമര്യക്കാരത്തിയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല. പ്രിയ മക്കളെ, അവിടെ പ്രത്യേകം എഴുതിയിരിക്കുന്നു, യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല. അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കൊടുപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയ മക്കളെ, നമ്മുടെ അപ്പൻ കൊടുക്കുന്നത് ജീവനുള്ള വെള്ളമാണ്. ഹല്ലേലൂയ. നോക്കൂ, ഈ ശമര്യ സ്ത്രീ ആദ്യം തന്നെ പറയുന്നു, അന്ന് യഹൂദനും ശമര്യക്കാരും തമ്മിൽ ഒരു സമ്പർക്കവുമില്ല. എന്നിട്ടും നമ്മുടെ അപ്പൻ, ഹല്ലേലൂയ, നമുക്കറിയാം പാപികളെ സ്നേഹിപ്പാൻ ഈ ഭൂമിയിലേക്ക് കർത്താവപ്പച്ചൻ വന്നെങ്കിൽ നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുവാൻ, നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ സഹായിക്കുന്ന നല്ലൊരു അപ്പനാണ് നമ്മോട് കൂടെ ഉള്ളത്. ഹല്ലേലൂയ. ഏതു നേരത്തും. എന്നിട്ട് താഴോട്ടുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. പ്രിയ മക്കളെ, നമ്മുടെ അപ്പൻ തരുന്ന, ഹല്ലേലൂയ, ഏതു കാര്യവും നമുക്ക് നിവൃത്തിയാകുവാൻ, നമുക്ക് സംതൃപ്തിയാകുവാനുള്ളതാണ്. ഹല്ലേലൂയ. ഒരു നാളും അതിൽ നിന്ന് നമ്മൾക്ക് പിന്നീട് മറ്റൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരികയില്ല. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യം അനുസരിച്ച് നമ്മെ നടത്തുന്ന അപ്പൻ. ഇവിടെ നോക്കൂ, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഇനി ഒരു നാളും ദാഹിക്കയില്ല. അപ്പന്റെ പാദപീഠത്തിൽ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിന്മേലും അപ്പൻ നമുക്ക് മറുപടി നൽകി തരും. ഹല്ലേലൂയ. 21-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഹല്ലേലൂയ, യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്ക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. ഹല്ലേലൂയ. എൻ്റെ വാക്ക് വിശ്വസിക്ക. കർത്താവിൻ്റെ, ഹല്ലേലൂയ, അപ്പൻ നമ്മളോട് പറയുന്ന വാക്ക് വിശ്വസിച്ചാൽ നമുക്ക് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്, നമ്മുടെ വിഷയത്തിന് മറുപടി കാണുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പിന്നീട് ശമര്യ സ്ത്രീ, ഹല്ലേലൂയ, മെശിഹായെ കണ്ടു എന്ന് തന്നെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി നൽകി തരുമ്പോൾ, നാം അനുഭവിക്കേണ്ട ആ സ്നേഹം നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ യേശുപ്പൻ ആരെന്ന് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഭാരപ്പെടുന്ന വിഷയത്തിൽ നമ്മുടെ അപ്പന്റെ പാദപീഠത്തിൽ അത് വെക്കുമ്പോൾ, അതിന്മേൽ മറുപടി നൽകി തരുമ്പോൾ നമ്മൾ കർത്താവിന് കൊടുക്കേണ്ടുന്ന മഹത്വം കരയറ്റണം. പ്രിയ ദൈവമക്കളെ, ഇവിടെ നോക്കൂ, ഹല്ലേലൂയ, ശമര്യ സ്ത്രീക്ക്, ഹല്ലേലൂയ, അപ്പൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കയില്ല എന്ന് പറഞ്ഞ് അവൾ വിശ്വാസത്തിൽ കർത്താവിൽ നിന്ന് കേട്ട ഓരോ വാക്കുകളും അവളുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാകുവാൻ, അത് ഉള്ളതായി തീരുവാൻ, അവളത് വിശ്വസിക്കുവാൻ കാരണമായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലവിധമായ വിഷയത്തിന്റെ മറുപടി ലഭിക്കുമ്പോഴും വേണ്ടും പോലെ കർത്താവിന് കൊടുക്കേണ്ടത് നന്ദി കരയറ്റാതെ വണ്ണം മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടിച്ചാടി നടക്കുകയാണ്. യേശുവിന്റെ
സന്നിധിയിൽ നമ്മൾ ഹല്ലേലൂയ കിട്ടുന്ന സമയങ്ങൾ ഹല്ലേലൂയ അപ്പൻ ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി സ്തുതി സ്തോത്രം അർപ്പിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നമുക്ക് പിന്നീട് ഒരിടത്ത് കാണാൻ സാധിക്കുന്നുണ്ട്, ദാഹം തീർക്കുന്ന അപ്പൻ ഹല്ലേലൂയ മിസ്രൈമിൽ ഫറവോന്റെ അടുക്കൽ ഭക്ഷ്യവസ്തുക്കൾക്ക് വരുന്ന യോസഫിന്റെ സഹോദരന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതായത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 45-ാം വാക്യത്തിൽ നോക്കുമ്പോൾ നമുക്ക് അതിന് താഴോട്ടുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ അറിയാം, ഒരിക്കലും ഹല്ലേലൂയ യോസഫിന്റെ മുന്നിൽ തന്റെ സഹോദരന്മാർ വരാതിരിക്കത്തക്കവണ്ണമാണ് യോസഫിനെ മിസ്രൈമ്യർക്കും എല്ലാം വിറ്റത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആരെ എവിടെ കൊണ്ടെത്തിക്കണമോ, ആരുടെ ദാഹം, ആരുടെ പ്രയാസം, ആരുടെ ഹല്ലേലൂയ വിഷയം എങ്ങനെ തീർക്കണമെന്നുള്ളത് കർത്താപ്പച്ചനാണ് അറിയുന്നത്. ഹല്ലേലൂയ. 45-ാം അധ്യായത്തിലേക്ക് നമ്മുടെ കണ്ണൊന്ന് ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, യോസേഫ് തന്റെ സഹോദരന്മാരെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കൽ ഉണ്ടായിരുന്നില്ല. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. മിസ്രൈമിലും ഫറവോന്റെ ഗൃഹവും അത് കേട്ടു. ഹല്ലേലൂയ. നോക്കൂ, ഒരിക്കലും തന്റെ സഹോദരന്മാർ അവന്റെ അടുക്കൽ വരുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ യേശുപ്പനുണ്ടല്ലോ, നമ്മുടെ അപ്പൻ നമ്മെ എവിടെ എത്തിക്കണം, ആരുടെ മുമ്പിൽ എത്തിക്കണം എന്നുള്ളത് മുന്നമേ തന്നെ അറിയുന്ന അപ്പനാണ്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, യോസേഫ് സഹോദരന്മാരോട് ഇങ്ങോട്ട് അടുത്തു വരുവീൻ എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസേഫ് ആകുന്നു ഞാൻ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, കർത്താപ്പച്ചൻ നമ്മെ ഹല്ലേലൂയ എവിടെ ഉപയോഗിക്കണമോ അവിടെ എടുത്ത് ഉപയോഗിക്കും. പലപ്പോഴും തള്ളിക്കളഞ്ഞ അവസ്ഥ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ കർത്താപ്പച്ചൻ നമ്മെ തള്ളിക്കളയുകയില്ല. ഹല്ലേലൂയ. നോക്കൂ, താഴോട്ടുള്ള വാക്യങ്ങളിലെ മിസ്രൈമിൽ ഹല്ലേലൂയ അവർ പാർക്കുന്നെങ്കിൽ ഇവിടെ ഹല്ലേലൂയ ക്ഷാമം പെരുകിയപ്പോൾ യോസഫിന്റെ അടുക്കലേക്ക് കടന്നു വന്നു. പക്ഷേ അവരുടെ ക്ഷാമം തീർക്കുവാൻ യോസഫിലൂടെ കഴിഞ്ഞു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദാഹം തീർക്കേണ്ടതിന്റെ അടുക്കലേക്ക് വരുമ്പോൾ ദൈവം ദാഹം തീർത്തു കൊടുക്കും. ഹല്ലേലൂയ. അപ്പൻ അറിയാം, അപ്പൻ മുന്നമേ തന്നെ യോസഫിനെ അവിടേക്ക് അയച്ചിരുന്നു, ഫറവോന്റെ അടുക്കലേക്ക് അയച്ചിരുന്നു. പ്രിയ ദൈവമക്കളെ, ഒരുവനെ ഹല്ലേലൂയ ഉയർത്തുവാനും താഴ്ത്തുവാനും എവിടെയൊക്കെ മാനിക്കണമോ അവിടെയൊക്കെ മാനിക്കുവാൻ നമ്മുടെ അപ്പന് കഴിയും. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമുക്കൊരു ഭാഗം കൂടി നോക്കാം. രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിലെ ഒരു ശൂന്യംകാരത്തി കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ആ അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്, അവൾക്ക് ഹല്ലേലൂയ ശൂന്യംകാരത്തി ഹല്ലേലൂയ അതായത് ഹല്ലേലൂയ കടന്നു വരുമ്പോഴെല്ലാം ദൈവപുരുഷന് വേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നുണ്ടായിരുന്നു, വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ എലീശയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എന്തെല്ലാം ആവശ്യമുണ്ടോ, ഒരു ദൈവപുരുഷന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം നടത്തി കൊടുക്കുന്ന ഒരു ശൂന്യംകാരത്തെ കാണാൻ സാധിക്കും. പക്ഷേ അവൾക്കൊരു കുറവുണ്ട്, അവൾക്ക് മകനില്ലായിരുന്നു. ഹല്ലേലൂയ. തലമുറയില്ലാതെ വിഷമിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം അവിടെ തലമുറയെ കൊടുത്തു. പക്ഷേ താഴത്തെ വാക്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്, ആ തലമുറ ഹല്ലേലൂയ ജീവൻ പോന്ന് മരിച്ചുപോയതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ദൈവപുരുഷന്റെ അടുക്കലേക്ക് ഇവള് പോകുക. അവൾ വിശ്വാസത്തോടെ, എനിക്ക് ദൈവം ഹല്ലേലൂയ ആരിൽ നിന്ന് എനിക്ക് വാക്ക് കേട്ട് എനിക്ക് മകനെ തന്നോ അവന്റെ അടുക്കലേക്ക് ഈ ശൂന്യക്കാരത്തി പോയി. അവിടെ ദൈവം വിടുതൽ കൊടുക്കുകയാണ്. അവരുടെ വിഷയത്തിന് മറുപടി കൊടുത്തു. അവളുടെ മകനെ വീണ്ടും തിരികെ കിട്ടുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നുണ്ട്, ശൂന്യക്കാരത്തിയുടെ ഭർത്താവ് അവളോട് ചോദിക്കുന്നു, ഹല്ലേലൂയ ഇന്ന് അമാവാസ്യ ശബത്തും അല്ലല്ലോ, പിന്നെ എന്തിനാണ് നീ പോകുന്നത്? ആരുടെ അടുക്കൽ പോകണമോ അവരുടെ അടുക്കൽ വേണം നാം പോകുവാൻ. എവിടെ ദാഹം തീർക്കുന്നോ, എവിടെ നമുക്ക് മറുപടി ലഭിക്കുമോ അവരുടെ മധ്യത്തിൽ വേണം നാം പോകുവാൻ. അപ്പന്റെ പാദപീഠത്തിൽ നമ്മൾ ഹല്ലേലൂയ മുഴങ്കാൽ മടക്കുമ്പോൾ നമുക്ക് മറുപടി കിട്ടും. പ്രിയ ദൈവമക്കളെ, യേശുവിന്റെ കരത്തിലേക്ക്, കർത്താവിന്റെ കരത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ വിഷയത്തിന്മേൽ മറുപടി തരുന്ന അപ്പൻ ഹല്ലേലൂയ, നമ്മുടെ ദാഹം തീർക്കുന്ന അപ്പൻ ഹല്ലേലൂയ, നമുക്ക് വേണ്ടി മറുപടി തരുന്ന കർത്താവപ്പന്റെ പാദത്തിൽ നമുക്കായി തീരാം. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ വിഷയത്തിന്മേൽ, നിങ്ങളുടെ തലമുറകളുടെ വിഷയത്തിൽ, സാമ്പത്തിക വിഷയത്തിന്മേൽ, കുഞ്ഞുങ്ങളുടെ പഠന വിഷയത്തിൽ ഹല്ലേലൂയ എന്ത് തന്നെ ആവട്ടെ ഹല്ലേലൂയ, ആ വിഷയം അപ്പന്റെ പാദപീഠത്തിൽ വെക്കുമ്പോൾ അവിടെ മറുപടിയാണ്. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെയും ഹല്ലേലൂയ ഏത് വിഷയത്തിൽ അവർ ദാഹിച്ചിരിക്കുന്നു അതിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടണം. കർത്താവേ, ദിനംതോറുമുള്ള വചനം ഹല്ലേലൂയ ഓരോ മക്കളുടെ ജീവനും ചൈതന്യം വർദ്ധിക്കുന്നതായി തീരുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് തരുന്നു. അപ്പൻ ഇന്ന് വചനം കേട്ട് ഹല്ലേലൂയ ഓരോ മക്കളെയും അനുഗ്രഹിക്കുന്ന അപ്പനാകിയാൽ സ്തുതിക്കുന്നു. ദൈവത്താൽ അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയാകണമേ. കരങ്ങളിൽ തരുന്നു, ഏഴെയും സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം.
സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.